വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ്. അവിടെ നിന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു FEG കൂടി ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നത്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ട് താഴെ ഒരു FEG ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഇപ്പൊ 2 ദിവസമായിട്ട് വന്ന് റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്, അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓരോ തവണയും സപ്പോർട്ട് എടുത്താണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അവസാനമായി ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നല്ലൊരു സപ്പോർട്ട് എടുത്ത ഏരിയ. അപ്പൊ അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നതും ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു ഏരിയ തന്നെയാണ്. ആ ഒരു ഏരിയയും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സ് കറന്റ്ലി ഒരു എൻട്രി സാധ്യത ഉണ്ടായിരുന്നു, അത് ഓൾറെഡി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു നല്ലൊരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം, ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് നിന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നതാണ്. ആ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്ന ഒരു സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു വർഷം ഒന്നുകൂടി മുകളിലോട്ട് കയറിയിട്ട് റീടെസ്റ്റ് തരികയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്ന് വരികയാണെങ്കിൽ ഈ ഒരു ലോ വരെ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതായത് അവിടെ വരെ ടാർഗറ്റ് കിട്ടാവുന്ന ഒരു എൻട്രി ഉണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, അവിടെ വരെ ഉണ്ട്. അതിനു മുൻപ് ഒരു ഏരിയയും കൂടി ഉണ്ട്, പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരച്ച ഏരിയ കൂടിയാണ്. അപ്പൊ അതും കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഇപ്പോഴത്തെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിന്റെ മുകളിൽ പോയിട്ട് ഒരിക്കൽ കൂടി ഇത് ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുന്നോ വന്നിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വരികയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു ഇംബാലൻസ് വരെയാണ് മാക്സിമം ടാർഗറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഇവിടേക്ക് കയറിപ്പോയതിനു ശേഷം വലിയൊരു വീഴ്ചയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ താഴോട്ടേക്കാണ് വീഴ്ച എന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റ് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് എടുക്കാം. അതൊരു പക്ഷേ താഴോട്ടേക്ക് എടുത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യണം. അതും ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഉണ്ട്. മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയ ഒരു ഏരിയ മാത്രമല്ല, ലാസ്റ്റ് ടൈം ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നത്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഉള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് ഒരു ഇംബാലൻസ് ഏരിയ ആണ് അത് 50 മിനിറ്റ്സിന്റെ, നമുക്കത് മാർക്ക് ചെയ്തിടാം. ആ ഒരു FEGയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് വരെയോ അല്ലെങ്കിൽ ഈ കാണുന്ന ലൈൻ വരെയൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്.
എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് അവിടേക്ക് എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ബ്ലൈൻഡായി ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.